നീറ്റിന്റെ ആക്ച്വൽ എക്സാം എഴുതുമ്പോൾ, അതല്ലെങ്കിൽ നീറ്റിന്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ടൈം തികയുന്നില്ല എന്നുള്ളത്. ടൈമ് കറക്റ്റ് ടൈമിന്റെ ഉള്ളില് ഫുൾ പേപ്പർ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. അതായത് നമ്മൾ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പം എപ്പളും 2ഓ 3ഓ റൗണ്ടുകളിലായിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ റൗണ്ടില് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫുള്ള് നമ്മൾ കവർ ചെയ്യാം. അതിന്റെ ശേഷം ആണ് നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് വന്നിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ രണ്ടാം റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന്റെ ശേഷം വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് അതല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൂന്നാമത്തെ റൗണ്ടിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാവുന്നതാണ്. അതേ സമയത്ത് നമ്മൾ ഒറ്റ റൗണ്ടിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തിങ്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുകയും ഇനി അതിന് ശേഷമുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി സമയം ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും രണ്ടാമത്തെ റൗണ്ടിലും മൂന്നാമത്തെ റൗണ്ടിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്.